മൂന്നാല് 2 ദിവസമായിട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം വരുന്ന മലയാളീസിനെ തമിഴ്സ് വന്ന് കറങ്ങാൻ അവരെ ഉപദ്രവിക്കുന്നത്, വരുന്ന ടൂറിസ്റ്റുകളെ ഉപദ്രവിക്കുന്നത്, ഫാമിലിയെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ താങ്കൾ അവിടെ ഉള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളല്ല ഒന്ന് പറയാൻ എന്താണ്? അതെ, എൻ്റെ പേര് കനകമണി എന്നാണ്. ഞാൻ മൂന്നാർ വാസിയാണ്. അപ്പം ഇപ്പം നടന്ന ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ട്രാഫിക്കിൻ്റെ പ്രശ്നമാണ് അധികമായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നം. ബസ് സർവീസ് അവിടെ ടോപ്പ് സ്റ്റേഷനിലെയാണ് ഈ സംഭവം നടന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ടോപ്പ് സ്റ്റേഷനിലെ അവിടെ റോഡ് കടവച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാവരും തമിഴന്മാരാണ്. ടോപ്പ് സ്റ്റേഷൻ പറഞ്ഞാൽ, ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടിൻ്റെ ബോർഡറാണ്, തമിഴ്നാടിൻ്റെ സ്ഥലം തന്നെയാണ് ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ കേരള ബോർഡറിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ ബസ് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും അവിടെ വരുന്ന സമയത്തിൽ ഇത്തിരി ശല്യങ്ങൾ ഉണ്ടാക്കിയെന്ന പേരിലാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം അവിടെ ഉണ്ടായത്. പക്ഷെ മലയാളീൻ്റെ ഒരു പ്രശ്നം അവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്താണ് പറഞ്ഞാൽ, അവിടെ ഉള്ള തമിഴന്മാർ എല്ലാവരും മലയാളികളെ സഹോദരനായിട്ടും മച്ചാനും മാമനായിട്ടും അങ്ങനെയാണ് എല്ലാവരും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുതൽ അവിടെ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനൊരു മലയാളി പെണ്ണെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളി തമിഴിൻ്റെ ഒരു പാകുപാടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ അവിടെ ഒന്നുമില്ല. പക്ഷേ ഇത് എന്താണ് പറഞ്ഞാൽ, ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് വലിയതാക്കി മീഡിയ എല്ലാ സ്ഥലത്തിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവിടെ ബസ് തിരിക്കാനോ ഓടിക്കാനോ അത്ര ഒരു റോഡ് സംവിധാനം അവിടെ ഇല്ല. ഇപ്പം ഇത്ര ഭരണമായിട്ട് LDF അവിടെ 20 കൊല്ലമായിട്ട് LDF ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് F രാജ ജയിച്ചിരിക്കുന്നത് UDFൻ്റെ. അപ്പോൾ 20 കൊല്ലമായിട്ട് LDF ഉണ്ടായിട്ട് ഒരു റോഡ് വികസനമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വികസനമോ അല്ലെങ്കിൽ അത് അവിടെ ഉള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു വികസനം ഇതുവരെ അവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തമിഴന്മാരാണ് അവിടെ പാവപ്പെട്ട ജനങ്ങൾ. അവർക്ക് ഇരിക്കാൻ വീടില്ല, ഭൂമിയില്ല. ഇതുകുറിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ BJP സ്റ്റേറ്റ് കമ്മിറ്റി രാജു ചന്ദ്രശേഖർ സാർ അവിടെ വന്ന ശേഷം ഫെബ്രുവരി 8-ാം തീയതി വന്ന ശേഷം ഞങ്ങൾ പറഞ്ഞായിരുന്നു. അവർ വിളിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒவ்வொரு വീട്ടിലും ഞങ്ങൾ കൊണ്ട് കാണിച്ചായിരുന്നു ഇവിടെ ജീവിക്കുന്ന ജീവിതം എങ്ങനെയാണ്, മക്കളെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞങ്ങൾ നരേന്ദ്രമോദിജിയോട് പറഞ്ഞ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വീടും സ്ഥലവും കൊടുക്കാൻ അവർ ഉത്തരവാദം കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ അവിടെ ഇരിക്കുന്നവരെല്ലാവരും പാവപ്പെട്ടവരാണ്. ഈ അടിയും തടിയൊക്കെ നടത്തേണ്ട ആവശ്യം അവർക്കില്ല. അതെ, അത് വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. മറ്റേ കമ്പും അങ്ങനെ എടുത്തുകൊണ്ട് അവർ അടിക്കാൻ കയറിയതും നടന്നതും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് വീഡിയോയുടെ അകത്തുണ്ട്. പക്ഷേ മലയാളിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു തെറ്റായിട്ട് അങ്ങനെ ഒരു കാര്യമല്ല. അത് ഒരു ഉദ്ദേശ്യം വന്നിരിക്കും, അവരത് ചെയ്തിരിക്കും. അത് ആ ബസ്സിൻ്റെ അകത്ത് തമിഴന്മാർ ഉണ്ടായിരുന്നാൽ അത് തന്നെ നടന്നിരിക്കും. പക്ഷേ മീഡിയ കാണിക്കുന്നത് തമിഴന്മാർ മലയാളി ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ് അവരെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ദേവികുളം നിയോജകമണ്ഡലത്തിൽ നടക്കാൻ പാടില്ല. ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ടാണ് അവിടെ ഉള്ള ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് ജനങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അവിടെ റോഡ് കട വച്ചിരിക്കുന്നവർ എല്ലാവരും പട്ടിണിയായിട്ട് തന്നെ കിടക്കും. ഇതാണ് ഉറപ്പ്. അപ്പോൾ ഇത് വെറുതെ ഒരു കാര്യത്തെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒരിക്കലുമില്ല. അവിടെ മലയാളി എന്ന ഒരു പാകുപാട് ഒന്നുമില്ല. അവർ സന്തോഷമായിട്ട് നല്ല ജീവിതമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുക രണ്ടുപേരും. എന്തോ എന്നാണ്, ഞാൻ BJP അംഗത്തിലുള്ളവരാണ്. ഇടുക്കി ജില്ലാ ഭാരവാഹിയിലുണ്ട് ഞാൻ. അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.